നിങ്ങളുടെ കയ്യിൽ ഇൻകം പ്രൂഫ് ഒന്നുമില്ല, ആധാർ കാർഡ് പാൻ കാർഡ് മാത്രമേ ഉള്ളൂ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ക്രെഡിറ്റ് സ്കോർ ഇല്ല, നിങ്ങൾക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് ഒരു ക്രെഡിറ്റ് കാർഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടുകൊള്ളുക. ഒരു 2000 ഇട്ടുകൊണ്ട് എടുക്കാനായിട്ട് പറ്റുന്ന FD അഗെയിൻസ്റ്റ് ക്രെഡിറ്റ് കാർഡാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ഇത് എടുക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ക്രെഡിറ്റ് സ്കോർ വേണ്ട, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വേണ്ട, സാലറി സ്ലിപ്പ് വേണ്ട, വേറെ ഒരു രീതിയിലുള്ള ഫീസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അത്തരത്തിലുള്ളൊരു ക്രെഡിറ്റ് കാർഡാണിത്. SBI ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന സെറ്റ് റുപ്പേ ക്രെഡിറ്റ് കാർഡാണിത്. വെറും 2000 ഇട്ടുകൊണ്ട് നമുക്ക് ഈ ക്രെഡിറ്റ് കാർഡ് എടുക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത്, നിങ്ങൾ ഇതുവരെ ക്രെഡിറ്റ് സ്കോറോ കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നവരാണെങ്കിൽ ഈ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നതിലൂടെ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നിങ്ങളുടെ സിബിൽ കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്യാതിരിക്കുന്നവരാണെങ്കിൽ ഇതുപോലൊരു ക്രെഡിറ്റ് കാർഡ് എടുത്ത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ അല്ലെങ്കിൽ സിബിൽ സ്കോർ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഒന്നും കിട്ടാതെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു FD അഗെയിൻസ്റ്റ് ക്രെഡിറ്റ് കാർഡ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സിബിലിൻ്റെ അകത്ത് ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ എന്നൊരു ഓപ്ഷൻ വന്നുകൊണ്ട് നിങ്ങൾക്ക് ഭാവിയിൽ ക്രെഡിറ്റ് കാർഡ് കിട്ടാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. വെറും 2000 മാത്രം ഇട്ടുകൊണ്ട് നമുക്ക് ക്രെഡിറ്റ് കാർഡ് എടുക്കാനായിട്ട് സാധിക്കും. സോ ഒരുപാട് ഓഫേഴ്സ് കൂടെ ഉള്ളൊരു കാർഡാണ്. അപ് ടു 20% നമുക്ക് ഓഫേഴ്സ് തരുന്ന ഒരു കാർഡാണ്. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന സൊമാറ്റോ, സ്വിഗ്ഗി, അതുപോലെ തന്നെ മൈഷോ പോലുള്ള ആപ്ലിക്കേഷൻസിലൊക്കെ അപ് ടു 20% ക്യാഷ് ബാക്ക് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ഒക്കെ തരുന്ന ഒരു കാർഡ് കൂടിയാണിത്. ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള കാർഡാണ്. ജോയിനിങ് ഫീസോ ആനുവൽ ഫീസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നമുക്ക് തികച്ചും ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ RBI സെക്യൂർ ചെയ്തിട്ടുള്ള ഒരു കാർഡ് കൂടിയാണ്. അതുകൊണ്ട് നമ്മുടെ ഫണ്ട് പോകുന്നുള്ള പേടിയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വേണ്ട. 7% വരെ ഇൻട്രസ്റ്റ് നമുക്ക് ആനുവലി ഈ കാർഡിൻ്റെ അകത്ത് FD ഇടുമ്പോൾ കിട്ടുന്നുണ്ട്. സോ ബിഗിനേഴ്സിനും അല്ലെങ്കിൽ ക്രെഡിറ്റ് സ്കോർ കൂട്ടാൻ നിൽക്കുന്നവരും ക്രെഡിറ്റ് സ്കോർ ഓപ്പൺ ചെയ്യാൻ നിൽക്കുന്നവർക്കൊക്കെ ഈ കാർഡ് വളരെയധികം യൂസ്ഫുൾ ആകും. ഇത് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ടിന് വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെ ഇത് എടുക്കണം എന്നുള്ളത്. അതിനായിട്ട് ആധാർ കാർഡ്, പാൻ കാർഡ്, ഈ 2 ഡോക്യുമെൻറ്റ് മാത്രം നിങ്ങളുടെ കയ്യിൽ മതി. നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് ഈ കാർഡ് അപ്രൂവ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ റുപ്പേ ക്രെഡിറ്റ് കാർഡ് ആയതുകൊണ്ട് നമ്മുടെ ഗൂഗിൾ പേ, Paytm പോലുള്ള ആപ്ലിക്കേഷനിൽ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് പേയ്മെൻറ്റ് UP വഴി പേയ്മെൻറ്റും ചെയ്യാനായിട്ട് സാധിക്കും. കാർഡ് ആക്റ്റീവായ സ്പോട്ടിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ് ടു 45 ഡേയ്സ് ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇത് അപ്ലൈ ചെയ്യാം. സോ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലത്തെ ഒരു പേജിലോട്ടാണ് നമ്മൾ വരുന്നത്. അവിടെ നമ്മുടെ പേരും മൊബൈൽ നമ്പറും അതേപോലെ തന്നെ ഇമെയിലും കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. ഇത് കൊടുത്ത് അപ്ലൈ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് പ്ലേ സ്റ്റോറിലോട്ട് പോകും. സെറ്റ് FD കാർഡ്, ക്രെഡിറ്റ് സ്കോർ UP എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ജസ്റ്റ് നിങ്ങളുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ പാൻ കാർഡായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ കൊടുക്കാനായിട്ട് പറയും. അത് കൊടുക്കുക. അത് കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ OTP കൊടുക്കാനായിട്ട് പറയും. OTP കൊടുക്കുക. ശേഷം നിങ്ങളുടെ ഫുൾ നെയിം, അതേപോലെ തന്നെ ഇമെയിൽ, ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങൾ കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. ഈ കാര്യങ്ങൾ കൊടുക്കുക. അത് കൊടുത്തു കഴിയുമ്പോൾ അടുത്ത പേജിൽ ഇതുപോലെ നമ്മുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കും. ഇവിടെ നമുക്ക് കാർഡിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വായിച്ച് നോക്കാനായിട്ട് പറ്റും. ശേഷം അവിടെ അപ്ലൈ ആവുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത പേജിലോട്ട് പോരും. അവിടെ നമ്മുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാനായിട്ട് പറയും. കണ്ടിന്യൂ കൊടുക്കുക. ടേംസ് ആൻഡ് കണ്ടീഷൻസ് നോക്കുക, വായിച്ച് നോക്കി കണ്ടിന്യൂ കൊടുത്ത് OTP കൊടുക്കുക. അടുത്ത പേജിൽ ഇമെയിലിലോട്ട് OTP വരും. ആ OTP കൊടുത്ത് കണ്ടിന്യൂ കൊടുത്ത് കഴിയുമ്പോൾ നിങ്ങളുടെ പാൻ കാർഡിൻ്റെ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങളുടെ പാൻ കാർഡിലുള്ള അതേപടിയുള്ള പേരും കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. ഇത് കൊടുത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊടുത്തിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത പേജിൽ ഇതുവരെ പ്ലീസ് വെയിറ്റ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ് കാണിക്കും. ശേഷം നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് കാണിക്കും. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആധാർ കാർഡിൻ്റെ KYC കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ആധാർ കാർഡിൻ്റെ നമ്പർ കൊടുക്കുക. ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊടുത്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ ആധാറായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് OTP വരും. ആ OTP കൊടുത്തുകൊണ്ട് ആധാർ KYC കംപ്ലീറ്റ് ചെയ്യുക. ശേഷം കണ്ടിന്യൂ കൊടുത്ത് നമുക്ക് അടുത്ത പേജിൽ നമ്മുടെ എമൗണ്ട് സെലക്ട് ചെയ്യാനായിട്ട് പറയും. 2000 തൊട്ട് 90,000 ഇടാനായിട്ട് പറ്റും. 2000 ഇടുകയാണെന്നുണ്ടെങ്കിൽ 1800 ആയിരിക്കും നമുക്ക് ലിമിറ്റ് കിട്ടുന്നത്. 6.5% ആനുവലി ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. 390 ഡേയ്സ് ആണ് ഇതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. നമുക്ക് താഴെ എത്ര എമൗണ്ട് ആണ് വേണ്ടത് ആ എമൗണ്ട് സെലക്ട് ചെയ്യുക. നിങ്ങൾ അത്യാവശ്യം സാലറി കാര്യങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എമൗണ്ട് ഇട്ട് എടുക്കുന്നതാണ് നല്ലത്. അതല്ല നിങ്ങൾ സ്റ്റുഡൻ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2000 ഇട്ട് ഈ കാർഡ് എടുക്കുക. സോ ഈ എമൗണ്ട് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ അടുത്ത പേജിലോട്ട് പോരും. അവിടെ നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാനുള്ള ബാങ്ക് സെലക്ട് ചെയ്യാനായിട്ടാണ് പറയുന്നത്. അക്കൗണ്ട് നമ്പർ, IFSC കോഡ് കാര്യങ്ങളൊക്കെ കൊടുത്ത് വാലിഡേറ്റ് നൗ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിവിടെ ഫണ്ട് ആഡ് ചെയ്യുക. 2000 രൂപ ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ഞാനിവിടെ എമൗണ്ട് കൊടുത്തിട്ട് 2000 ആഡ് ചെയ്യുന്നുണ്ട്. 2000 ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് ഫോം ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾ സിംഗിൾ ആണോ മാരീഡ് ആണെന്നുള്ളത്, നിങ്ങളുടെ കാർഡിൽ വരേണ്ട പേര്, നിങ്ങളുടെ അമ്മയുടെ പേര്, നിങ്ങളുടെ കമ്മ്യൂണിറ്റി, പിന്നെ നിങ്ങളെ പൊളിറ്റിക്കലി എക്സ്പോസ്ഡ് ആണെന്നോ ചോദിക്കുന്നുണ്ട്. അത് കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഇൻകം സോഴ്സ് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ജോലി, അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, മന്ത്ലി സാലറി, സോഴ്സ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അഡ്രസ് ഡീറ്റെയിൽസ് ചോദിക്കും. നിങ്ങളുടെ കാർഡ് ഡെലിവർ ആവേണ്ട അഡ്രസ്സ് ഏതാണെന്നൊക്കെ ചോദിക്കും. അത് കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നോമിനി ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനായിട്ട് പറയും. സോ ഒരു റിലേഷൻഷിപ്പിലുള്ള ഒരാളുടെ ഡീറ്റെയിൽസ് കൊടുത്ത്, അഡ്രസ്സ് കൊടുത്ത്, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്ത് നോമിനി ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. ശേഷം ലാസ്റ്റ് ആയിട്ട് ഒരു എഗ്രിമെൻറ്റ് പോലെ കാണിക്കും. അതെല്ലാം കറക്റ്റ് ആണെന്ന് വായിച്ച് നോക്കി ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം കൊടുത്ത് കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു വീഡിയോ KYC കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറയും. നമുക്കൊരു 72 മണിക്കൂർ വരെ ടൈം ഉണ്ട്, 3 ദിവസം അതിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. അതിനായിട്ട് ജസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഒരു വെള്ള പേപ്പറും ഒരു പേനയും ഒരു പാൻ കാർഡ് മാത്രം മതി. ഇത് ജസ്റ്റ് കയ്യിൽ വെച്ചിട്ട് ഗെറ്റ് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരാൾ കോൾ ചെയ്യും.
ആൾ കോൾ ചെയ്തിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ചോദിക്കും, ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കും. ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ പാൻ കാർഡ്, ഒറിജിനൽ പാൻ കാർഡ് കാണിക്കാനായിട്ട് പറയും. പാൻ കാർഡ് കാണിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ വൈറ്റ് പേപ്പറിൽ ഒപ്പിട്ട് കാണിക്കാൻ പറയും സൈന്. അതും കൂടെ കാണിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ വീഡിയോ KYC കംപ്ലീറ്റ് ചെയ്യും. വീഡിയോ KYC കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 24 ഹവേഴ്സിനുള്ളിൽ നമുക്ക് അപ്രൂവൽ ആയി കഴിഞ്ഞാൽ കാർഡ് അവിടെ ഈ വിർച്വൽ കാർഡ് കാണാനായിട്ട് പറ്റും. ആ വിർച്വൽ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഗൂഗിൾ പേ, പേടിഎമ്മിലൊക്കെ നമുക്ക് ആഡ് ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യാം. ഫിസിക്കൽ കാർഡ് നമ്മുടെ വീട്ടിലിട്ട് 7 ദിവസത്തിനുള്ളിൽ പോസ്റ്റ് വഴി വരുന്ന, പോസ്റ്റ് അല്ലെങ്കിൽ ഡെലിവറി അല്ലെങ്കിൽ ബ്ലൂ ഡാർട്ട് വഴി നമ്മുടെ അഡ്രസ്സിലിട്ട് കൊറിയറായിട്ട് വരികയും ചെയ്യും. റുപ്പേ കാർഡ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗൂഗിൾ പേ, പേടിഎമ്മിൽ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ശേഷം നമ്മൾ കാർഡ് യൂസ് ചെയ്യുക. ബിൽ ഡേറ്റ് എന്നാണോ അന്ന് ബില്ല് വരും. അതിനുശേഷം ഡ്യൂ ഡേറ്റിനുള്ളിൽ നമ്മൾ എമൗണ്ട് പേ ചെയ്ത് നമുക്കൊരു 3-4 മാസം ഉപയോഗിച്ച് കഴിയുമ്പോൾ ഒരു 3 മാസമൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ സിബിലിൻ്റെ റിപ്പോർട്ടാകും. ശേഷം നമ്മുടെ സിബിൽ ഇൻക്രീസ് ചെയ്യാനും സിബിൽ ഓപ്പൺ ഒക്കെ ആവുന്നതായിരിക്കും. സോ ഇങ്ങനെയാണ് ഈ FDI ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നത്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോയിലൂടെ കാണാം. ബൈ.